ദിസ് ഇസ് എ ക്വിക്ക് അപ്ഡേറ്റ് ഓൺ PSW. നമ്മൾ ഏറ്റവും കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്ന ഒരുപാട് പേര് ചോദിക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ പേ ചെയ്യണോ, അങ്ങനെ കൺഫ്യൂസിങ് ആയിരുന്നു ഇത്രയും നാൾ. PSW നിർത്തുകയാണ്, PSW കിട്ടണമെങ്കിൽ വർക്ക് വിസ വേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ്, വർക്ക് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സജഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് ഇന്ന് നമ്മൾ മെയ് 12 UK ഗവൺമെൻറ് കുറച്ച് പുതിയ നെറ്റ് മൈഗ്രേഷൻ കുറക്കുന്ന ഭാഗമായിട്ട് ഒരുപാട് പരിപാടികൾ ഒപ്പിച്ചിട്ടുണ്ട്. അതിലൊന്ന് വന്നേക്കുന്നത് PSW തന്നെയാണ്. നമ്മൾ പറഞ്ഞതുപോലെ അത്ര വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. 18 മാസമായിട്ട് PSW കുറഞ്ഞിരിക്കുകയാണ്. 2 വർഷമുള്ള സാധനം 1.5 വർഷമായി കുറഞ്ഞിരിക്കുകയാണ്. സോ ഇതൊന്നും ഇന്ന് മുതലല്ല പ്രാബല്യത്തിൽ വരിക. ഒബ്വിയസ്ലി ദേ വിൽ ഹാവ് ഡിസ്കഷൻ, പാർലമെൻറ്റിൽ ഡിബേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് സൂൺ വരും. അപ്പം നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. സ്റ്റുഡൻസിനെ ബാധിക്കുന്ന മെയിൻ കാര്യം നമ്മൾ ഏറ്റവും നോക്കുക PSW തന്നെയാണ്. ബട്ട് PSW മാത്രമല്ല, നമ്മളവിടെ എത്തിയാൽ PR പോകുന്നവർക്കും പല പ്ലാനുകളായി പോകുന്നവരുണ്ടാവും. തിരിച്ചു വരാൻ പോകുന്നവരുണ്ടാവും, അല്ലെങ്കിൽ പഠിക്കാൻ മാത്രം പോകുന്നവരുണ്ട്. അവർക്ക് എല്ലാ മാറ്റങ്ങളുണ്ട്. അതിൽ മെയിനായിട്ടൊരു സാധനം ലാംഗ്വേജ് റിക്വയർമെൻ്റ് ആണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റിന് ഈവൻ ഡിപ്പെൻഡൻസിന് വരെ അതുണ്ടാകും. അത് എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വരുള്ളൂ ഞാൻ പറഞ്ഞതുപോലെ. സോ അത് സ്റ്റുഡൻസിലും എത്രത്തോളം മാറ്റങ്ങൾ വരും എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ടതുണ്ട്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ PR. ഒബ്വിയസ്ലി പഠിക്കാൻ പോകുന്നവർക്ക് അവിടെ സെറ്റിൽ ആവാനും പ്ലാനുകളും എല്ലാം ഉണ്ടാവും. പല പ്ലാനുകളായിട്ട് പോകുന്നവർക്ക്. അപ്പോൾ PR 5 വർഷത്തിൽ നിന്ന് 10 വർഷത്തേക്ക് ഉയർത്താൻ പോവാണ്, വിച്ച് ഈസ് കുറച്ച് നല്ല പണി തന്നെയാണത്. 5 വർഷത്തിലൊക്കെ PR കിട്ടുന്നത് 10 വർഷത്തിലോട്ട് പോയിരിക്കുകയാണ്. കെയർ വിസയ്ക്കും നല്ല പണി കൊടുത്തിട്ടുണ്ട്. കെയർ വിസ അബോളിഷ് ചെയ്യാന്നാണ് പറയുന്നത്. അത് പിന്നെ യൂണിവേഴ്സിറ്റികൾക്കൊരു പണി കൊടുത്തിട്ടുണ്ട്. 6% ലെവി ഓൺ ഈച്ച് ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് അഡ്മിറ്റഡ്. എന്തായാലും അതൊരു എക്സ്പെൻസ് ആണ്. ഒബ്വിയസ്ലി അത് നമ്മുടെ ഫീനെ ബാധിക്കാൻ സാധ്യതയുള്ള കാര്യമാണ്. പിന്നെ മെയിനായിട്ട് വരുന്നത് വെച്ചാൽ പല രീതിയിലും വർക്ക് വിസയിലോട്ട് കയറുന്നവർക്കൊക്കെ ഒരു പണി വരാൻ പോകുന്നത് വെച്ചാൽ 50,000ഓളം ലോ സ്കിൽഡ് വർക്ക് വിസാസ് തന്നെ അബോളിഷ് ചെയ്യാണ്. എന്ന് വെച്ചാൽ ആ ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ ആ ഒരു ജോലിക്ക് കയറുമ്പോൾ വിസ കിട്ടില്ല, വർക്ക് വിസ കിട്ടില്ല, അങ്ങനത്തെ അവസ്ഥയിലാണ്. സോ ഇത്രയും ചേഞ്ചസ് ഉണ്ട്. ഇതിൽ കൂടുതൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസൊക്കെ സൂൺ വരും. സോ എല്ലാവരും ഈ കാര്യം അറിഞ്ഞിരിക്കാം. മെയിനായിട്ട് PSW 18 months ആണ്. ഇതൊന്നും നിലവിൽ വന്നതല്ല, ഇന്ന് മുതൽ നിലവിൽ വന്ന കാര്യമല്ല. ഒബ്വിയസ്ലി അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഗവൺമെൻറ് തന്നെ സൂൺ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഓൾറൈറ്റ്.